ഇരുട്ടടി നൽകാനൊരുങ്ങുകയാണ് കുവൈറ്റ്. കൊറോണ വ്യാപനം നൽകിയ ദുരിതത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന പ്രവാസികളിൽ ഇടുത്തിയായി വന്ന വാർത്തയാണ് സ്വദേശവൽക്കരണം. ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിലും സർക്കാർ മേഖലകളിൽ ഉൾപ്പെടെ 50% തുടങ്ങി 75% സ്വദേശവൽക്കരണം നടത്താൻ തീരുമാനിച്ചതായുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതുമൂലം നിരവധി പ്രവാസികൾക്കാണ് ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്. സൗദി ഇക്കാര്യം നേരത്തെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതാ കുവൈറ്റും ഇത്തരത്തിലുള്ള നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. 3,60,000-ഓളം വിദേശികളെ ഒഴിവാക്കാൻ കുവൈറ്റ് പദ്ധതി തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സാമൂഹിക ക്ഷേമ മന്ത്രി മറിയം അഖീലിന്റെ നേതൃത്വത്തിൽ ചേർന്ന മാനവ വിഭവശേഷി വികസന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പുതിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. സമിതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇതേ തുടർന്ന് ജനസംഖ്യ അസന്തുലിതത്വം പരിഹരിക്കാനായി ഹ്രസ്വകാല, മധ്യകാല, ദീർഘകാല പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. മന്ത്രി മറിയം അഖീൽ ജനസംഖ്യാ സന്തുലനം സാധ്യമാക്കാനുള്ള സർക്കാരിന്റെ പദ്ധതികൾ വിശദീകരിക്കുകയും ചെയ്തു. മൊത്തം 5,20,000 വിദേശികളെ കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുമില്ല. എന്നാൽ തന്നെയും 3,60,000 പേരെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ഒഴിവാക്കാനാണ് നീക്കം. 1,20,000 അനധികൃത താമസക്കാർ, 1,50,000 അവിദഗ്ധ തൊഴിലാളികൾ, 60 വയസ്സിന് മുകളിലുള്ള 1,00,000-ൽ പരം പേർ എന്നിവരെയാണ് ഹ്രസ്വകാല പരിധിയിൽ ഒഴിവാക്കുക. കോവിഡ് പ്രതിസന്ധി ഒഴിഞ്ഞാൽ അനധികൃത താമസക്കാരെ പിടികൂടാൻ വ്യാപകമായ പരിശോധനയും ഉണ്ടാവുമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാർ സ്വകാര്യ മേഖലയിൽ പരമാവധി സ്വദേശവൽക്കരണം, വിദഗ്ധരായ വിദേശികളെ റിക്രൂട്ട് ചെയ്ത് മാനവ വിഭവശേഷി വികസിപ്പിക്കുക, ഡിജിറ്റൽ വത്കരണം, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറച്ചുവരിക തുടങ്ങിയവ ജനസംഖ്യാ സന്തുലിതത്വത്തിനുള്ള സർക്കാരിന്റെ പദ്ധതികളുടെ അടിസ്ഥാന ശിലയാണ്. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലധികം വിദേശികൾ ഉണ്ടാവാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിലാണ് ഇതിനായുള്ള സമിതി പ്രവർത്തിച്ചു വരുന്നത്. 43 ലക്ഷമാണ് രാജ്യത്തെ ആകെ ജനസംഖ്യ. എന്നാൽ കുവൈറ്റുകൾ 14 ലക്ഷം മാത്രമേ ഉള്ളൂ. ഓരോ വിദേശി സമൂഹത്തിനും പരമാവധി ക്വാട്ട നിശ്ചയിക്കണമെന്നാണ് കരട് നിയമത്തിൽ പറയുന്നത് തന്നെ. രാജ്യത്തെ ഏറ്റവും വലിയ വിദേശി സമൂഹമായ ഇന്ത്യക്കാർ മൊത്തം ജനസംഖ്യയുടെ 15%-ലും ഫിലിപ്പീൻസ്, ഈജിപ്ത്, ശ്രീലങ്ക എന്നീ രാജ്യക്കാർ 10%-ലും കൂടാൻ പാടില്ല എന്നാണ് കുവൈറ്റ് നിർദ്ദേശം രംഗത്ത് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, വിയറ്റ്നാം എന്നീ രാജ്യക്കാർക്ക് 3% കരട് ബില്ലിലെ ക്വാട്ട എന്നത്. ഗാർഹിക തൊഴിലാളികൾ, നയതന്ത്രജ്ഞർ, GCC പൗരന്മാർ, കുവൈറ്റികളുടെ ബന്ധുക്കൾ ഒഴികെയുള്ള ജനസംഖ്യ അടിസ്ഥാനമാക്കിയാവും ക്വാട്ട നിശ്ചയിക്കുക. മുകളിൽ പറഞ്ഞ നിരക്കിൽ ക്വാട്ട നിശ്ചയിച്ചാൽ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതാണ്. ഇതുകൂടി കണക്കിലെടുത്താവും അന്തിമ തീരുമാനം എടുക്കുക. കരട് നിയമം അധികൃതർ വിശദമായി പഠിച്ചു വരികയുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.